ബൈക്കിലൊക്കെ? എന്റെ രാജയോഗം തുടങ്ങി. ബൈക്ക് രാജാവിന്റെ ഒന്നുമല്ല, ഒരു പ്രജയുടെ നിന്ന് തൽക്കാലം കടം വാങ്ങിയതാ. സ്വന്തമായിട്ട് ഒരെണ്ണം ഉടനെ വാങ്ങും, നല്ല ചോപ്പ് കളറിൽ. ഇതാ കണ്ടോ, ഈ പാന്റിന് 600 രൂപ, ഷർട്ടിന് 440 രൂപ, അതിനേക്കാളൊക്കെ കൂടിയതായി ഷൂസ് 899 രൂപ 95 പൈസ, നല്ല എക്സ്പോർട്ട് ലെതർ. പിന്നെ ഈ ഗ്ലാസിന് എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല, എനിക്കൊരു ജോലി കിട്ടി. 3 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന മൾട്ടി ക്രോർ ടേൺ ഓവറുള്ള ഒരു കമ്പനിയുടെ അന്തസ് എന്റെ ഈ എക്സിക്യൂട്ടീവ് വേഷത്തിലില്ലേ? Of course, you look like a perfect executive. ആ, നിന്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് ഞാനൊന്ന് പോകുന്നുള്ളൂ. അച്ഛനും അമ്മയും ആരുമില്ല. അച്ഛൻ ബേക്കറി പോയി, അമ്മ ഒരു കസിന്റെ വീട്ടിലും. ഈ വേഷത്തിൽ വന്ന് കല്യാണ തീയതി നിശ്ചയിച്ചിട്ട് പോവാന്നാ ഞാൻ വിചാരിച്ചത്. ആ, വരുമ്പോ പറഞ്ഞേക്ക് ഇനി ഒരു സ്ഥിരം ജോലിയുടെ ആവശ്യം എന്നോട് മിണ്ടി പോരുതെന്ന്. കാപ്പി കുടിച്ചിട്ട് പോവാം. കാപ്പിയൊക്കെ പിന്നെ. ഓഫീസിൽ വലിയ AC റൂമിൽ ഞാനൊന്ന് ബെല്ലമർത്തിയാൽ മതി, പ്യൂൺ വന്ന് ഭവ്യതയോടെ നിൽക്കും എന്റെ ആജ്ഞ കേൾക്കാൻ. കാപ്പിയും ചായയും ബോൺവിറ്റയും ഒക്കെ റെഡി. അയാളോടെ തൽക്കാലം ഒരു കൊട വാങ്ങിച്ചു തരാൻ പറ. എന്തിന്? അർദ്ധരാത്രി ചൂടാൻ. അല്പനർത്ഥം കിട്ടിയാലേ കൊടയുടെ ആവശ്യമുള്ളൂ, യോഗ്യത ഉള്ളവൻ അത് വേണ്ട. അയ്യോ, ഉദ്ഘാടനോ? നിന്റെ 16 അല്ല സാർ, എന്റെ ബൂത്തിന്റെ. ബൂത്തോ? സാർ സമയത്ത് എത്തി. സാറിനെ എങ്ങനെ ഒന്ന് ബന്ധപ്പെടണമെന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കുന്നു. ഞാൻ വിഷമിച്ച് ബ്രേക്ക് ഇട്ടില്ലായിരുന്നു, രക്ഷപ്പെടില്ലായിരുന്നു. എന്താ കാര്യം? ഞാൻ ബൂത്തില് കമ്പ്യൂട്ടർ വെച്ചു. വെച്ചോളൂ. അതിന്റെ ഉദ്ഘാടനമാണ്. നടത്തിക്കോളൂ. അതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. ആദ്യത്തെ വിളി ഫ്രീ ആണ്, എന്റെ പേരിൽ ടോട്ടലി ഫ്രീ. ഞാൻ ഇതുവരെ ഈ ബൂത്തൊന്നും അങ്ങനെ പറയരുത് സാർ, ഇത് എന്റെ ഒരു ആഗ്രഹമാണ്. സാർ ഫ്രീ ആയിട്ടൊരു STD വിളിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. സോറി, വിളിക്കട്ടെ. ഇങ്ങോട്ടിരിക്കാലോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്റെ IPSന്റെ കാര്യം അമ്മാവരോട് അന്വേഷിക്കണം. പുള്ളി ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഡൽഹി കോഡ് എത്രയാ? ഡൽഹി 011. താങ്ക് യു. പുള്ളിക്കാരൻ ഒരു കവിതാ പ്രേമിയാണ് കേട്ടോ. ലൈൻ കിട്ടി, ബെല്ലടിക്കുന്നുണ്ട്. സ്റ്റോപ്പ്. ഹലോ അമ്മ, ഞാനാണ് രാമു. എന്റെ IPSന്റെ കാര്യം എന്തായി? വേണ്ട കേന്ദ്രങ്ങളിൽ പ്രഷർ ചെലുത്തിയോ? ഓ, താങ്ക് യു അമ്മാവാ. 1 സെക്കൻഡ് അമ്മാവാ, ഈ അടുത്ത കാലത്ത് ഒരു നല്ല കവിത എന്നെ ഹോണ്ട് ചെയ്തു. ഇറ്റ് ഈസ് എ മാസ്റ്റർ പീസ് ഓഫ് പ്രൊഫസർ മൻസൂർ നായർ, നാറാണത്ത് ഭ്രാന്തൻ. ഞാനൊന്ന് ചൊല്ലാം. 12 മക്കളെ പെറ്റൊരമ്മേ, ലവ്ലി ഇസ്ന്റ് ഇറ്റ്? നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ, 12 രാശിയും നീറ്റുമമ്മേ. അമ്മ കേൾക്കുന്നുണ്ടല്ലോ. നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ, എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല, ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല, വാഴ്വിൽ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റി ഉടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിൽ ഉറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയ നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. കോയ്മയുടെ കോലങ്ങൾ എരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ. രാമ 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 രാമ. അച്ഛന് ജീരവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. രാത്രി വലിവോ മറ്റോ വന്നാ വിളിക്കാൻ മടിക്കണ്ട. ഒന്നും വരില്ല, മോള് വാതിലടിച്ച് പോയി കിടന്നു. രാമ 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 രാമ.
പാലത്തിലേക്ക് ലോറി കയറിയതും കണ്ണിന് നേരെ ഒരു വെളിച്ചം അടിച്ചതും മാത്രം ഓർമ്മയുണ്ട്. പിന്നെ മുഴുവൻ ഇരുട്ടായിരുന്നു. ഏതോ കാട്ടുമൂലയിൽ ഒരു ആശ്രമത്തിൽ വെച്ചാ എനിക്ക് ഓർമ്മ വന്നത്. തലയ്ക്കും കാലിനും നല്ല പരിക്കുണ്ടായിരുന്നു. ഒരുതരം മരവിപ്പായിരുന്നു. ഒന്നും ഓർക്കാൻ കഴിയാത്ത പോലെ. സത്യത്തിൽ ഇതൊരു പുനർജന്മമാണ്. ഇവിടെ വന്നു കയറുന്നവരെ നീ ജീവിച്ചിരിപ്പില്ലെന്നാണ് വിചാരിച്ചത്. അച്ഛന് നീ ഒരു പുനർജന്മ. എന്നെ രക്ഷിച്ചവരുടെ പേര് പോലും എനിക്കറിയില്ല. ആ ആശ്രമത്തിലാകെ 4-5 പേരേ ഉള്ളൂ. അവരെന്നെ എങ്ങോട്ടും വിട്ടില്ല. എന്തൊക്കെയോ നാടൻ മരുന്നുകൾ തരും. വെച്ചുകെട്ടലും വേദനയും ബോധം മറിയലും. ഓ മതി, ഇനി ഒന്നും ഓർക്കണ്ട. ഈശ്വരനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ശരിക്കും മനസ്സിലായി. അമ്മണി, എനിക്ക് അവളെ ഒന്ന് കാണണം. നേരം വെളുക്കട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ തന്നെ ഒരു പോംവഴി പറഞ്ഞു തന്നെ. നീ കിടന്ന് വെറുതെ ബഹളം വെക്കാതെ നമുക്ക് സാവകാശം ആലോചിക്കാമെന്ന്. അതിനൊന്നുമുള്ള സമയമില്ല. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റൂ. അങ്ങനെ എടുത്തിയാടി എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? ഏട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛന്റെ പ്രോഡം ഫണ്ട് വാങ്ങിയല്ലേ അമ്മിണിയുടെ കല്യാണം നടത്തിയത്? അതെ. അത് തിരിച്ചു കൊടുക്കാൻ ഏട്ടനെ കൊണ്ട് സാധിക്കോ? അതിലൊരു ഭാഗം എടുത്ത് ബൂത്തിലേക്ക് കമ്പ്യൂട്ടർ വാങ്ങിയില്ലേ? ആ കണക്ക് എങ്ങനെ തീർക്കും? എല്ലാത്തിനും ഒരു വഴി കാണണം. ഞാനും അതേ പറഞ്ഞുള്ളൂ. ഒരു വഴി കാണുന്നത് വരെ അച്ഛൻ തിരിച്ചു വന്ന വിവരം ആരും അറിയാൻ പാടില്ല. നീ പറഞ്ഞ വെറുതെ എന്നെ കൺഫ്യൂസ് ചെയ്യാതെ. ഒരു കൺഫ്യൂഷനും ഇല്ല. പഴയതുപോലെ ജോലിയില്ലാതെ തേരാപ്പാര തെണ്ടി ഇറക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ കാക്കിയിട്ടുണ്ട് നേരെ കമ്പനിയിലേക്ക് ചെന്നാല് വയലും തിരിച്ചു കൊടുത്ത് വല്ല കടലിലും ചാടി എനിക്ക് മരിക്കാം. ഗുരുവായൂരപ്പ, കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി അതിന്റെ ദോഷം ഉണ്ടാവണ്ട. എണീറ്റോ? എവിടെ? ഒന്ന് ഒഴിഞ്ഞിടാനാണ്. ചേടാ, ഇത്ര രാവിലെ എവിടെ പോയി? സരസു, ഹാ, ഇതെന്താ ഇവിടെ വന്ന് നിക്കണേ? ഇത് മുഴുവൻ പഴയ സാധനങ്ങളാ, ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തതല്ലേ, ബലിയും ഇട്ടു. എല്ലാ ദോഷങ്ങളും പോട്ടെ. ഇനി നമുക്ക് തിരുനാവായിലൊന്ന് പോണം. മൂകാംബികയിലും പോയി തൊഴണം. എന്താ ഒന്നും മിണ്ടാത്തെ? മിണ്ടൂല്ല, മിണ്ടാൻ പാടില്ല. മക്കളുടെ ഉത്തരവാണ്. അച്ഛൻ ജീവിച്ചിരിക്കുന്നു എന്ന് പുറത്തറിഞ്ഞാൽ ഒരുത്തന്റെ ജോലി പോവില്ലേ? കമ്പനിന്ന് വാങ്ങി ചെലവാക്കിയ പണം മുഴുവനും തിരിച്ചടയ്ക്കണ്ടേ? അതിനേക്കാൾ എത്രയോ ഭേദമാണ് വെളിച്ചം കയറാത്ത ഈ മുറിയിൽ അടച്ചിടുന്നത്. വേണ്ട. എന്താടാ എന്താടാ ഞാൻ കേട്ടത്? അച്ഛനെ ഒളിപ്പിച്ചിട്ട് വേണോ നിനക്കൊക്കെ സൂഹിക്കാൻ? സമ്മതിക്കില്ല, ഞാനിത് സമ്മതിക്കില്ല. പുറത്തേക്ക് വരുന്നുണ്ടോ? ദൈവമാണ് എനിക്ക് തിരിച്ചു കൊണ്ടു തന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ വിധവയായി കഴിയാൻ എന്നെ കൊണ്ട് പറ്റില്ല. പറയടാ അച്ഛനോട് പുറത്തേക്ക് വരാൻ. അമ്മ എന്തറിഞ്ഞിട്ടായി വിളിച്ചു പോകുന്നത്? അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. കുറച്ചു ദിവസത്തേക്ക് നമ്മൾ ഈ വിവരം പുറത്തു പറയുന്നില്ല, അത്രേ ഉള്ളൂ. അച്ഛൻ മരിച്ചു എന്ന പൂർണ്ണ വിശ്വാസത്തിലല്ലേ പ്രോവിഡന്റ് ഫണ്ട് വാങ്ങി ചെലവാക്കിയത്. വീട് വിറ്റ് അത് തിരിച്ചു കൊടുക്കാമെന്ന് വെക്കാം. അതിനു മുമ്പ് ഈ വീടുമേലുള്ള കടവാരി വീട്ടും. അച്ഛന് പകരമാണ് എനിക്കൊരു ജോലി അവർ തന്നത്. അതും അച്ഛൻ വാങ്ങുന്നതിന്റെ ഇരട്ടി ശമ്പളം, അതിനേക്കാൾ കൂടുതൽ പ്രൊമോഷൻ സാധ്യത. അതൊക്കെ ഈ വീട്ടിലേക്ക് തന്നെ വന്നു ചേരുന്ന നേട്ടങ്ങളല്ലേ? അപകട മരണമായതുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം എത്രയാണെന്ന് അറിയോ? 1-2 അല്ല, 3.25 ലക്ഷം രൂപ. ഇൻഷുറൻസിന്റെ ആൾക്കാർ 2-3 ദിവസത്തിനകം ഇവിടെ എത്തും. ബുദ്ധിമോശം കൊണ്ട് അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണോ? അമ്മേ, ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, വന്നു ചേർന്നതാണ്. ഈ കുടുംബം രക്ഷപ്പെടേണ്ടത് അച്ഛന്റെ ആവശ്യമല്ലേ? എന്താ ഒന്നും പറയാത്തെ? തൽക്കാലം ഈ വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അച്ഛൻ ഇവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല.
എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞങ്ങളില്ലേ, അമ്മയില്ലേ, മുത്തച്ഛനില്ലേ? പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് അച്ഛന് മനസ്സിലായിട്ടുണ്ട്. അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. എന്താ ഇവിടെ ഇങ്ങനെ? ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അല്ല ചേട്ടാ, പ്രൊബേഷൻ കഴിഞ്ഞിട്ട് നല്ല റിമാർക്കോടെയാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതെ, അച്ഛന്റെ ഒഴിയിൽ വന്നതായതുകൊണ്ട് എന്റെ ജോലിക്ക് ഭാവിയിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് പ്രശ്നം? യൂണിയൻകാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഏതായാലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ തന്നെ ചത്തു മണ്ണടിഞ്ഞു പോയത് എന്റെ അച്ഛൻ ജീവനോടെ കുഴിയിൽ നിന്ന് എണീറ്റ് വരണം. അതേതായാലും ഉണ്ടാവാൻ പോണില്ലല്ലോ. പിന്നെന്താ പ്രശ്നം?